അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക ആക്രമണം വിജയകരമാണെന്ന് പ്രഖ്യാപിച്ചത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ലക്ഷ്യം കണ്ടുവെന്നും ഇനി മേഖലയിൽ സമാധാനം പുലരണമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണവും ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമാണ്. എന്നാൽ ഈ നടപടി എത്രത്തോളം സമാധാനത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവന അനുസരിച്ച് ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. ഈ ആക്രമണം പൂർണ്ണമായും വിജയകരമായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ലക്ഷ്യമിട്ട ആണവ നിലയങ്ങൾ തകർത്തു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഈ നടപടി മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രയേൽ സൈന്യത്തെയും ട്രംപ് പ്രത്യേകം അഭിനന്ദിച്ചു. ഇസ്രയേലും അമേരിക്കയും ഒരു ടീമായി പ്രവർത്തിച്ചു. ഇതും ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൈനിക സഹകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ അമേരിക്കൻ സൈന്യത്തെയും ട്രംപ് പ്രശംസിക്കുകയുണ്ടായി. ഇത് അമേരിക്കയുടെ സൈനിക ശേഷിയെയും സാങ്കേതിക മികവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ് കാണിക്കുന്നത്. അതേസമയം ഈ ആക്രമണം ഒറ്റത്തവണത്തേതാണെന്ന് തൽക്കാലം കരുതുന്നതായും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഇറാനിലെ ഒട്ടേറെ കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കാനുണ്ട്. ഇപ്പോഴത്തേത് ഒറ്റത്തവണയുള്ള ആക്രമണമാണെന്നും താൻ തൽക്കാലം വിചാരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇത് ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി വേണം കാണാൻ. അമേരിക്കൻ സൈന്യത്തിന്റെ മറ്റൊരു കരുത്ത് എടുത്തു പറഞ്ഞ ട്രംപ് മറ്റൊരു സൈന്യത്തിനും കഴിയാത്ത കാര്യമാണ് അമേരിക്കൻ സൈന്യം ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു. 2.5 മിനിറ്റോളം നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചത് ദൈവം പശ്ചിമേഷ്യയും അമേരിക്കയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ നീക്കത്തിന് ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ട്രംപിന്റെ തീരുമാനം ചരിത്രം മാറ്റിമറിക്കുന്ന ഒന്നാണെന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെട്ടത്. എന്നാൽ അമേരിക്കയുടെ നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും എന്ന് നെതന്യാഹു വ്യക്തമാക്കിയുണ്ടായി. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ട ഈ സൈനിക നടപടിയിൽ ഇസ്രയേൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് കാഴ്ചവെച്ചതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ ലോകത്ത് മറ്റാർക്കും ചെയ്യാനാകാത്ത കാര്യം ട്രംപ് ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും അപകടകരമായ ആയുധങ്ങളെയും ഇല്ലാതാക്കാൻ ട്രംപ് പ്രവർത്തിച്ചതായി നാളെ ചരിത്രം രേഖപ്പെടുത്തുമെന്നും നെതന്യാഹുവിന് ഉറപ്പുണ്ട്. പശ്ചിമേഷ്യയും ലോകത്തെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയിലേക്ക് നയിക്കാൻ കഴിയുന്ന സുപ്രധാന കാര്യമാണ് ട്രംപ് ചെയ്തതെന്നും നെതന്യാഹു അഭിപ്രായപ്പെടുന്നുണ്ട്. ശക്തിയിലൂടെ സമാധാനം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ആദ്യം ശക്തി ഉണ്ടാക്കണം, പിന്നീട് സമാധാനം വരുമെന്ന തത്വത്തെയാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. ട്രംപും അമേരിക്കൻ സൈന്യവും അത് പ്രവർത്തിച്ച് കാണിച്ചുവെന്നും അതിനാൽ ട്രംപിന് നന്ദി പറയുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ ജനതയും ലോകവും ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ പ്രധാനമാണ്. എന്നാൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവത്തില്ല. ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ഓരോ നീക്കങ്ങൾ. ഇറാൻ ഇതിനോടകം തന്നെ അമേരിക്കയുടെ നടപടിയെ അപലപിക്കുകയും തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമായേക്കാം. അതേസമയം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഈ ആക്രമണത്തോടെ കൂടുതൽ ശക്തിപ്പെട്ടു. ഇത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള ഇറാന്റെ എതിരാളികളെ സ്വാധീനിക്കും. ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ ഭാഗമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ ട്രംപ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന എന്തിനേയും ശക്തമായി നേരിടാൻ മടിക്കില്ലെന്നും പലതവണ തെളിയിക്കുകയുണ്ടായി. എന്നാൽ ഇറാനെതിരെയുള്ള ഈ ആക്രമണം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും ഈ നടപടി ദീർഘകാല സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നത് സംശയകരമാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിന്നും പൂർണ്ണമായി പിന്മാറുമോ അതോ കൂടുതൽ രഹസ്യമായി മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയണം. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകുമെങ്കിൽ അത് നല്ല സൂചനയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത വിരളമാണ്.
പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള എണ്ണ വിപണിയും ഈ സംഘർഷത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ആഗോള സമാധാനത്തെയും സാരമായി ബാധിക്കും. അതിനാൽ തന്നെ നയതന്ത്രപരമായ ഇടപെടലുകളും സംയമനവും ഈ ഘട്ടത്തിൽ അത്യന്താപേക്ഷിതവുമാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടേണ്ടതുണ്ട്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ സഖ്യത്തെയും ഇറാന്റെ ആണവ ഭീഷണിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളെയും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ സൈനിക നടപടി യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്കാണോ അതോ കൂടുതൽ സംഘർഷങ്ങളിലേക്കാണോ നയിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.